നല്ലൊരു പാവയ്ക്കാച്ചാറാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ നാൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റിയ ഈ പാവയ്ക്കാച്ചാർ ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. നല്ലൊരു പാവയ്ക്കാച്ചാർ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ 2 പാവയ്ക്ക കനം കുറച്ച് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് 1/4 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവായും കൂടി ഇട്ട് പൊട്ടിച്ചെടുക്കാം. ഉലുവായും കടുകും പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. മുളകൊക്കെ നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പാവയ്ക്കായിട്ട് ഇതിൻ്റെ ആ പച്ച ചുവ ഒന്ന് മാറുന്നിടം വരെ നമുക്ക് വഴറ്റിയെടുക്കാം. നന്നായിട്ടിത് വഴന്നു വരുമ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് 1 കൂടം വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. വഴറ്റി കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി, ഒരു 3 പച്ചമുളകും കൂടെ ഇട്ട് വഴറ്റി കൊടുക്കാം. ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെക്കണം, ഇല്ലേ മുളക് പൊടിയൊക്കെ കരിഞ്ഞു പോകും. പാവയ്ക്ക പകുതി വേവായിട്ടുണ്ട്. അതിൻ്റെ ആ പച്ച ചുവ നമുക്ക് മാറിക്കിട്ടിയിട്ടുണ്ട്. ഞാൻ വാളംപുളി നല്ല കട്ടിക്ക് പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ഉണ്ട്. നമുക്കൊരു പകുതി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ ഉപ്പും പുളിയെല്ലാം ഒന്ന് നോക്കുക. ബാക്കിയും കൂടെ പുളി ഒഴിച്ചു കൊടുക്കാം. അപ്പം 3 ടേബിൾ സ്പൂൺ പുളി നമ്മൾ പിഴിഞ്ഞ് നല്ല തിക്കായിട്ടുള്ള ചാറൊഴിച്ചു കൊടുത്തു. കൂടെ തന്നെ 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുക. ഈ പഞ്ചസാര വേണ്ടാത്തവർക്ക് അത് ചേർക്കണ്ട. എനിക്ക് പാവയ്ക്ക അച്ചാർ നല്ല റെഡി ആയിരിക്കുകയാണ്. ഇതിരിക്കുമ്പോൾ നല്ലതായിട്ട് അലുത്ത് വരും. ഇത് കേടുകൂടാതെ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് സൂക്ഷിക്കാം. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.